അവനെ തന്നെ വിളിച്ചു. അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കണം, അമ്മ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അച്ഛൻ ആദ്യം കയറി, ആടാ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചത്, ഞാൻ വലിയ കൂടെ പോവാം, അവനോട് കിടക്കും, അങ്ങനെയാണ് മറിച്ചത്. അമ്മ പറയണതൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. എൻ്റെ ഒറ്റൊരുത്തൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. ഇവനെ വെറുതെ വിടാൻ നമുക്ക് പറ്റില്ല, ഇവൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. എന്നിട്ട് ഇന്നലെ അവൻ എന്നെ പുളിപ്പില്ലാതെ അവൻ എനിക്ക് മെസ്സേജ് ഇട്ടെങ്കിലും എന്ന് പറഞ്ഞ് കോൾ മീന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ മെസ്സേജ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. 2 ദിവസം മുമ്പ് തിരുവനന്തപുരം നാലാഞ്ചിറയിൽ ഒരു വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഹസീന ബീബി 4 മക്കളുടെ അമ്മയാണ്. 4 മക്കളുണ്ട്. മൂത്ത കുട്ടിക്ക് 18 വയസ്സാണ്. ഹസീന ബീബിയെ സ്വന്തം ഭർത്താവ് സുരേഷ് എന്ത് ചെയ്യുന്നുണ്ട്? മൃഗീയമായി കൊല്ലുന്നു. അതിനുശേഷം സുരേഷ് ഒളിവിൽ പോകുന്നു. ഇപ്പോൾ ഇന്നലെ നമ്മൾ അറിഞ്ഞത് എന്താണ്? സുരേഷ് ഒരു ട്രെയിൻ തട്ടി തമിഴ്നാട്ടിൽ പോയി ഒരു ട്രെയിനിന്റെ തല വെച്ച് സുരേഷും മരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അവിടെ നടന്നത്? പല കഥകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഹസീന എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, അല്ലെ ഈ 4 കുട്ടികളുടെ അമ്മ, ഈ ഭർത്താവിനെ ഉപേക്ഷിച്ച് എന്ത് ചെയ്തു? കാമുവിനൊപ്പം ആയിരുന്നു ഒരാഴ്ച. അതിനുശേഷം പോലീസുകാരൊക്കെ പറഞ്ഞ് എന്താണ് ഒരു രമ്യതയിലെത്തിയതിനു ശേഷമാണ് വീട്ടിൽ വന്നത്. ആ വീട്ടിൽ വന്ന അന്നാണ് ഈ ഹസീന കൊല്ലപ്പെടുന്നത്. അന്ന് രാത്രി എന്താണ് നടന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാമം തലയ്ക്ക് പിടിച്ച്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ആ സ്വന്തം മോളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, കാമം തലയ്ക്ക് പിടിച്ച് അന്ന് രാത്രി ഈ ഹസീന ചെയ്തു കൂട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയാൻ ഞെട്ടിപ്പോകും. ഒരു പുള്ളിയെ കൊണ്ട് അല്ലെങ്കിൽ ഒരു പാവത്താനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയായിരുന്നോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അന്ന് അവിടെ നടന്നത്. അത് പറയുന്നത് മറ്റാരുമല്ല, സ്വന്തം മകളാ പറയുന്നത്. സ്വന്തം മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, എന്റെ അമ്മയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ലവനാണ്, അതായത് ഹരി എന്ന് പറയുന്ന ഒരുത്തനാണ് ഇതിനകത്തുള്ള ഒരു മെയിൻ വില്ലൻ. അവൻ ഇതുവരെയായിട്ടും പിക്ചറിൽ വന്നിട്ടില്ല. അവനാണ് ഈ ഒരു കുടുംബം തകർത്ത്. അന്ന് രാത്രി എന്തൊക്കെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ച് ആണ് ഈ വീഡിയോ. അത് മലയാളി വാർത്തയിൽ ഈ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, ഈ കൊച്ചിന്റെ ഒരു ഇന്റർവ്യൂ. അതിന്റെ ഓരോ ഭാഗങ്ങൾ കേട്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ശരി. ഉണ്ടാതിരുന്ന ആശുപത്രിയൊക്കെ പോയിട്ട് തിരിച്ച് വീണ്ടും വന്നപ്പോൾ അമ്മ ഇവിടെ സോഫയിലിരിക്കുന്ന, മോൾ അവിടെ ഇരിക്കുന്നു, അച്ഛൻ ബാക്കി ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴേ അമ്മ അവനെ തന്നെ വിളിച്ചു. അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കണം, അമ്മ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അച്ഛൻ ആദ്യം കയറി. അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അമ്മ ഇങ്ങനെ ഉണ്ട്, അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, വിളിക്കണ്ടെന്ന് പറയാം എന്ന് നമ്മൾ കുറേ പറഞ്ഞു കൊടുത്തു. അമ്മ മോളോട് സംസാരിച്ചിരുന്നു വീട്ടിൽ വന്നപ്പോൾ ആദ്യം സംസാരിച്ച്, പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അത് നമ്മൾ തെറ്റൊന്നും ഇല്ലയെന്ന് പറയടില്ല, ഒരാളെ മാത്രം കുറ്റം പറയടില്ല. നമ്മൾ 2 ആളെ ഭാഗത്തും തെറ്റുണ്ട്. ഒരാളൊന്ന് താന്ന് നിന്നായിരുന്നു, അച്ഛൻ കാല് പിടിക്കുന്ന അവസ്ഥയിൽ വരെ നിന്ന്. പിന്നെ അച്ഛൻ കാല് പിടിക്കുന്ന അവസ്ഥ വരെ നിന്നിട്ട് പോലും അമ്മ വാശിക്ക് തന്നെ നിന്നു. അമ്മ പിന്നെ 2-ാം തീയതി ആയപ്പോഴേക്കും. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിസ്സിംഗ് ആയല്ലോ. ആദ്യമൊക്കെ ഒരു കഥ വന്നിരുന്നു. മിസ്സിംഗ് ആയത് ഈ പറയുന്ന കാമുകന്റെ ഒപ്പമല്ല, സ്വന്തം ഉമ്മയുടെ കൂടെയാണെന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പോലീസ് അങ്ങനെയാണ് പുറത്തു വിട്ടത്. അപ്പോ ഇപ്പൊ അറിയുന്നു കാമുകന്റോടൊപ്പം തന്നെയായിരുന്നു. ഏറ്റവും ഇളയ മകളുമായിട്ടാണ് ഇവർ പോയത്. അതിനുശേഷം തമിഴ്നാടോ അവിടെ എവിടെ പോയി, ആലുവയിൽ അവിടെ പോയി ഒരു റൂം എടുത്ത് അവർ അവിടെ ആയിരുന്നു. പിന്നീട് ഇവരെ കൊണ്ട് മിസ്സിംഗ് കേസ് കൊടുക്കുന്നു. മിസ്സിംഗ് കേസ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം ഇവർ പോയി പോലീസിൽ പരാതി പറയുന്നു. പോലീസ് ഹസീനെ വിളിക്കുമ്പോൾ ഹസീനെ കോള് കിട്ടുന്നുണ്ട്, ഞാൻ വരാം. അതിനിടയ്ക്ക് പുള്ളി 2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. ഈ സുരേഷ് എന്ന് പറയുന്ന ആൾ ഹസീന പോയതിന്റെ വിഷമത്തിൽ. ഓക്കെ, അത് പിള്ളേരെ ഫ്രണ്ടിൽ വെച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എലവേഷൻ കഴിക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ ഒരു കഥയാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഇവരെ വിളിച്ചു വരുത്തി രമ്യതയിലാക്കി. പോലീസുകാരെ ഇവരെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കി നിൽക്കുന്ന 4 കുട്ടികളുടെ അമ്മയാണ്, അതൊക്കെ മറക്ക്, നിങ്ങൾക്ക് കുടുംബമുണ്ട്, മറ്റതുണ്ട്, മറിച്ചതൊക്കെ പറഞ്ഞ് രമ്യതയിലാക്കി വീട്ടിലേക്ക് അയക്കുന്നു. വീട്ടിലേക്ക് അയച്ചതിന് ശേഷമുള്ള കാര്യമാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അതായത് വീട്ടിൽ വന്ന് സോഫയിൽ ഇരിക്കുകയാണ്, അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഫ്രണ്ട് ഇരിപ്പുണ്ട്, അവിടെ വെച്ചും ഈ പറയുന്ന ഹരി എന്ന് പറയുന്ന ആ കാമുകൻ എന്ന് വെച്ചാൽ മറ്റാരുമല്ല, കൂടെ പഠിച്ച ഒരാളാണ്. ഈ പറയുന്ന ഹസീനയുടെ കൂടെ പഠിച്ച ഒരാളാണ്. ഹസീനയും സുരേഷുമായിട്ടുള്ള പ്രണയ വിവാഹമായിരുന്നു. 2 മതമാണ്, പേരിട്ട് തന്നെ അറിയാമല്ലോ. അപ്പോൾ പ്രണയ വിവാഹമായിരുന്നു. ഇതിനിടയിൽ ഇവര് വട്ടിയൂർക്കാവ് വരുന്ന ഒരു താമസം, ഇവിടെ നിന്ന് ഇവർ മാറി മറ്റേങ്ങോട്ടോ മാറി, എനിക്ക് തോന്നുന്നു നാലാഞ്ചിറ എവിടെയെന്തോ മാറി താമസിക്കുന്ന സമയത്ത് അപ്പോഴും പരിചയപ്പെട്ട ഒരു 5-6 മാസത്തെ പരിചയം എന്തോ ഉണ്ടായിരുന്നുള്ളൂ. കൂടെ പഠിച്ച ഈ പറയുന്ന ഹരി അവൻ്റെ കൂടെ തന്നെ പോയത്.
അപ്പൊ ഇവൻ വീണ്ടും വീണ്ടും കിടന്ന് വിളിക്കുകയാണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞ് രമ്യതയിലാക്കി വീട്ടിൽ വിളിച്ചിട്ടും ഈ ഭർത്താവിന്റെ ഫ്രണ്ടിൽ വെച്ച് ഈ ഹസീന എന്ന് പറയുന്നവൾ എന്ത് ചെയ്തിട്ട് വിളിക്കുന്നുണ്ട്, വീണ്ടും അവനെ വിളിക്കുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നമായിട്ട് ഇങ്ങനെ ഭർത്താവിന് വീണ്ടും വീണ്ടും പ്രശ്നമായി. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിന് ശേഷമാണ് ഹസീന എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ഇതിന് ശേഷമാണ്. കേൾക്കാം. ഇളയവനും ഒട്ടുമയം കുഴഞ്ഞ് അവന് വയ്യാത്തതുകൊണ്ട് അവനെ അഷ്ടി കൊണ്ടുപോകാൻ അച്ഛൻ സംസാരിച്ചപ്പോൾ നീ ആരടാ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചത്, ഞാൻ വലിയ കൂടെ പോവാം അവനോട് കിടക്കും അങ്ങനെയാണ് മറിച്ചത്. അമ്മ പറയണതൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. എൻ്റെ മൂത്തവരാണെങ്കിൽ ഇത് കേട്ടിട്ട് വൈകിട്ട് വന്നാണ് സംസാരിച്ചത് എൻ്റെ അടുത്ത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ ഇങ്ങനെയൊക്കെ മാറുമെന്ന്, അവൻ്റെ കൂടെ പോയപ്പോൾ ഇങ്ങനെയൊക്കെ മാറുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയൊക്കെ അവൻ പറഞ്ഞു. ഇവിടെ ഇത് അടുത്ത സംഭവമാണ്. അതായത് ഈ ഇളയ ഒരു കൊച്ചിന് ഇതിന് ശേഷം 2 ദിവസം കൊണ്ട് വളരെ വയ്യായിരുന്നു. ഈ ഹസീന എന്ന് പറയുന്ന സ്ത്രീ വന്നതിന് ശേഷം ഈ ഭർത്താവ് പറയണേ ഇളയവനെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കാരണം ഈ പുള്ളിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യ തിരിച്ചു കിട്ടണം, ഭാര്യയോട് വലിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാണ് ഈ മകൾ പറയുന്നത്. അപ്പോൾ കൊണ്ടുപോകണം. ഇവൾ എടുത്തടിച്ചോളൂ പറയാം, നീ ആരടാ ഇതെൻ്റെ അടുത്ത് പറയാൻ എന്നാണ് പറഞ്ഞത്. നീ ആരടാ ഇതെൻ്റെ അടുത്ത് പറയാൻ, ഞാൻ അവൻ്റെ അടുത്ത് പോവുകയും ചെയ്യും, ഞാൻ വേണമെങ്കിൽ അവൻ്റെ അടുത്ത് കിടക്കുകയും ചെയ്യും എന്നൊരു ഭർത്താവിനടുത്ത് പറയാം. ഭർത്താവ് മാത്രമല്ല ഈ മക്കളൊക്കെ നിൽക്കുന്നിടത്ത് വെച്ച് ഇവരെന്താ പറയുന്നത്, സത്യം പറഞ്ഞാൽ എന്താണ് വെല്ലുവിളിക്കുക. നീ അതായത് ഭർത്താവ് ഇവിടെ സംസാരിക്കാൻ പാടില്ല. അതായത് ഈ പറയുന്ന പോലീസുകാരെ നിർബന്ധ പ്രകാരമാണോ ഞാൻ ഇനി അവൻ്റെ അടുത്ത് പോയി കിടക്കും, നീ ആര് പറയാൻ എന്നൊരു ഭർത്താവിന്റെ മുമ്പിൽ ഈ പിള്ളേർ നോക്കി നിൽക്കെ പറയുകയാണ്. മനസ്സ് മാറ്റിച്ചു എന്നുള്ള ഇത് നമ്മളമ്മ നമുക്കറിയാമല്ലോ, ഇത്രയും വർഷം നമുക്കറിയാമായിരുന്നല്ലോ എൻ്റെ നമ്മളമ്മയെ. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് അവൻ മാറ്റിച്ചെന്ന് പറഞ്ഞാൽ അവൻ നല്ല ഇതായിരുന്നു. അവനാണ് കാരണം. അവൻ കാരണമാണ് ഇപ്പം നമ്മൾ ഇത്രയും ഇതായിപ്പോയത്. അങ്ങനെ ഇപ്പം അങ്ങനെ അങ്ങനെ സംസാരിച്ച് അവൻ വിളിച്ചോണ്ടിരിക്കണം അമ്മേനെ. അമ്മ അത് പറഞ്ഞില്ല. മനസ്സിലായോ? അവനാണ് ഈ ഒരു കാരണം. അവനാണ് നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ ആക്കിയത്. ആരും അവനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എങ്ങനെ ഈ ഒരാഴ്ച കൊണ്ട് എൻ്റെ അമ്മയുടെ മനസ്സ് അവൻ എങ്ങനെ ഇങ്ങനെ മാറ്റിയെന്ന് എനിക്കറിയത്തില്ല എന്നുള്ളതാണ്. ഒരാഴ്ച ഹോട്ടലിൽ പോയി കിടന്ന് അഴിഞ്ഞാടിയപ്പോൾ മാറിയതാണ് മക്കളെ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ബാക്കി അച്ഛൻ പോയെന്നൊന്നും ആരും പറഞ്ഞില്ല. ഇന്നലെ രാത്രി ഞാൻ ന്യൂസ് എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് അച്ഛൻ പോയി. ആരും എന്നൊക്കെ പറഞ്ഞില്ല. ഞാൻ ഇതറിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, എല്ലാവരും എന്ത് എൻ്റെ അടുത്ത് മറച്ചച്ഛൻ ചോദിച്ചു. അപ്പം പറഞ്ഞു നിങ്ങൾ ഈ അമ്മയുടെ ഇതിൽ നിൽക്കായിരുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അത് അറിഞ്ഞപ്പോഴും ഞാൻ പേടിച്ച് അച്ഛനെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും വിചാരിച്ചു. ഇവ ഒറ്റൊരുത്താൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. ഇവനെ വെറുതെ വിടാൻ നമുക്ക് പറ്റില്ല. ഇവൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. ഈ അരി കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. അതുകൊണ്ട് അവനെ വെറുതെ വിടല്ലത് ഞാൻ പറയുന്നത്. പോലീസ് സ്റ്റേഷൻ കാരണമാണ് ചെയ്തത്. ഇവൻ കാരണമാണ് നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്. നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കണത് എൻ്റെ അവസ്ഥ. എന്നിട്ട് ഇന്നലെ അവൻ എന്നെ ഉളുപ്പില്ലാതെ അവൻ എന്നിട്ട് മെസ്സേജ് ഇട്ടെങ്കിലും എന്ന് പറഞ്ഞ് കോൾ മീന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ട് വേണ്ടോ. ഇത്രയും ചെയ്തതിനു ശേഷം ഈ ഹരി എന്ന് പറയുന്ന ഒരു നാറി അവരൊരു കുടുംബം കാണുമല്ലോ. ഇവളെ കൂടെ പഠിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവന് ഒരു കുടുംബം കാണും. എന്നിട്ട് ഈ മോൾക്ക് ഈ മൂത്തവൾക്ക് മെസ്സേജ് അയക്കുകയാണ് കാൾ നീ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞുകൂടാ. എവളെയും കൂടി മഴക്കിയെടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ മൊഴി കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതാണ്. ഇവർ സങ്കടപ്പെട്ട് പറയുകയാണ് എങ്ങനെ അച്ഛന്റെ മരണം പിന്നെയാണ് അറിയുന്നത്. നോക്കിക്കണം ഒരു രാത്രി ഇവരെ കൺമുന്നിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളത് മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അമ്മ മരിക്കുമ്പോൾ തന്നെ ഇവർക്ക് അറിയാവുന്ന അച്ഛൻ പലവട്ടം പറയുമായിരുന്നു. അല്ല അമ്മ ഈ പറയുന്ന ഒളിച്ചോടി പോയപ്പോൾ തന്നെ 2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചാണ്. അവിടെ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാനും പോകുമെന്ന് പല പ്രാവശ്യം ഈ സുരേഷ് ഈ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അമ്മയെ കൊന്നതിന് ശേഷം സുരേഷ് പോയപ്പോഴും ഈ കുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് അച്ഛൻ ജീവിച്ചിരിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്, അച്ഛൻ മരിക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവൻ ഇതത്രയും ചെയ്തു വെച്ചിട്ട് അവൻ വീട്ടിൽ എവൾക്ക് മെസ്സേജ് അയക്കുകയാണ്, മോൾക്ക് മെസ്സേജ് അയക്കണേ കോൾ മീ എന്ന് പറഞ്ഞുകൊണ്ട്. വിളിച്ചു. ഞാൻ അപ്പോഴും എൻ്റെ നമ്മളിൽ നമ്പരില്ലാത്തതുകൊണ്ട് നമ്പർ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ആ നമ്പർ നേരെ ഇവിടെ ഉള്ളവർക്ക് പരിചയമുള്ള ആൾക്കാർക്ക് കൊടുത്ത് അവരെന്തായാലും പോലീസ് സ്റ്റേഷനിൽ പറയാതെ പറഞ്ഞു. അവൻ എന്തിനാണ് ഇത് വിളിക്കണത് അറിഞ്ഞൂടെ, ഒത്തുതീർപ്പാക്കാനാടാ പ്രശ്നമാവാതിരിക്കാനാടാ ഒന്നും അറിഞ്ഞൂടാ. എന്നാലും അവൻ കാരണമാണ് ഇത്രയും പ്രശ്നം ആക്കിയല്ല ഇതുവരെ ആക്കിയത് അവൻ കാരണം. അവനെ വെറുതെ വിടല്ലെന്ന് ഞാൻ സത്യം തന്നെ താഴ്മയായിട്ട് ഞാൻ ഇതാക്കിയത്.
മനസ്സിലായോ? ഈ കുട്ടീനെ വീണ്ടും വീണ്ടും കുട്ടി ആവർത്തിച്ച് പറയുന്നതാണ്. അവനെ വെറുതെ വിടില്ല. കാരണം അതൊരു മോളാണ്. ആ ഒരൊറ്റ കരുത്തം കാരണമാണ് ഈ കുട്ടി പറഞ്ഞതുപോലെ സ്വന്തം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി 4 മക്കൾ, 4 അനിയങ്ങളുണ്ട്. 4 അനിയത്തി, 3 അനിയത്തി, ഒരാണ് എന്തോ ആണ്. ഇതാണ് മൂത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ദേഷ്യം അവനെ കുറിച്ച് ആരും പറയുന്നത്, അവന്റെ ഫോട്ടോ പോലും വന്നിട്ടില്ല. ഒരു കുടുംബം തകർത്തിട്ട് ഇതെല്ലാം പോലീസുകാരെല്ലാം ഒത്തുതീർപ്പാക്കി വീട്ടിൽ കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അവൻ തുരുതുരാ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അവിടെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് ഈ പുള്ളി നയിക്കുന്നത്. ഇതുമല്ല, ഇവിടെയൊക്കെ പോലീസ് ക്ഷമിക്കുന്നു. ഇതിനുശേഷം നടന്ന സംഭവങ്ങൾ വീണ്ടും ഞെട്ടിക്കുന്നതാണ്. ഏതൊരു ഈ കൈയൊടിഞ്ഞവനും വെച്ച് കെട്ടി കൊല്ലേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് ഈ ഹസീന മാറി എന്നുള്ളത്. കാമം മൂത്ത് മാറിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് ഈ പിള്ളേരുടെ മുന്നിൽ വെച്ച് ഈ പറയുന്ന സുരേഷ് എന്ന് പറയുന്ന ആളെ ഇവളെ ആക്ഷേപിച്ചത് എന്നുള്ളതാണ്. ഞാൻ ആ ചെന്ന് വെച്ചാ വാല് തുറന്നിട്ടത് അമ്മ കാണൂല, അമ്മയ്ക്ക് ദേഷ്യമാണെന്ന് അറിഞ്ഞത്. അമ്മ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ്, എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കരുതെന്ന് പറയണം, എൻ്റെ മുന്നിൽ വന്ന് അലക്കില്ലെന്ന് പറയണം, ഇങ്ങനെ അങ്ങോട്ട് നടക്കരുതെന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞ് വിലക്കിയിരുന്നു എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തിനാ വെച്ചാൽ വാല് തുറന്നിട്ട് അമ്മ കാണൂലെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ വന്നപ്പോൾ അവിടെ കസേര ഉണ്ടായിരുന്നു, നമ്മൾ കട്ടിൻ്റെ അവിടെ കസേര. അപ്പം ഇത് പുള്ളി പറയുന്നത് ഈ ഹസീന എന്ന് പറയുന്ന ആ സ്ത്രീ വീട്ടിൽ വന്നതിന് ശേഷം ഹസീന ഇവരടുത്ത് പറഞ്ഞു കൊടുത്ത ഇവരടുത്ത് പറഞ്ഞ സംഭവമാണ്. എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വരികയോ എൻ്റെ ഫ്രണ്ടിൽ കൂടി നടക്കുകയോ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരികയോ ചെയ്യരുത് എന്ന് വിലക്കിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഗുണ്ടയുടെ ഹസീന സ്വന്തം ഭർത്താവ് വന്നു, അതായത് ഈ എന്ന് മനസ്സിലാക്കാൻ പോലീസുകാരെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നു, ഇവിടെ വയ്ക്കുന്നു, എന്നിട്ട് പറയുന്നു ഇവൻ എൻ്റെ അടുത്ത് സംസാരിക്കരുത്, ഇവൻ എൻ്റെ ഫ്രണ്ടിൽ വരരുത്, എൻ്റെ റൂമിന്റെ ഫ്രണ്ടിൽ വന്നു പോരുതെന്ന് കുട്ടിയുടെ അടുത്ത് പറയണം. ആ സമയം ഈ ഒരു എന്നിട്ട് ഇവൾ അപ്പോൾ സമയത്ത് ഇവനോട് സംസാരിച്ചോണ്ടിരിക്കുക, ഈ കാമുകനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു, ഈ പറയുന്ന മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ അവനോട് തന്നെ വീണ്ടും പോകുമെന്ന് ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ഈ അച്ഛൻ, അതായത് മരിച്ചുപോയ സുരേഷ് കുമാർ റൂമിന്റെ ഫ്രണ്ടിൽ അങ്ങനെ കുറക്കില്ല, കസേരയിട്ട് ഈ പെൺകുട്ടി എന്ന് വേവലാതി പറയാം, അച്ഛാ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇരിക്കും, അച്ഛൻ എങ്ങനെ വെച്ചാൽ കഥ പറഞ്ഞു എന്തോന്നാ ഇത് എന്ന് കുട്ടി പറയുന്നു. ബാക്കി കഥ ഒത്തിരി ചാരിന്ന് കുറ്റി ചാരി അച്ഛവിടെ ഇരുന്നത് അമ്മ ഓടി വന്ന് എന്നെ അച്ഛനെ വെച്ച് പറഞ്ഞു. പെട്ടെന്ന് അതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇതായിപ്പോയി. അച്ഛൻ പിന്നെ ഒന്ന് കേൾക്കാതെ അച്ഛൻ വഴക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അടുക്കളയിലോട്ട് വെള്ളം എടുക്കാൻ വേണ്ടി വന്നിട്ട്, എന്നിട്ട് ഞാൻ മനസ്സിലായോ? അടുത്ത പറഞ്ഞ പിന്നീട് ആരോപണമാണ്. നേരെ ഇയാൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഇയാളെ ഫ്രണ്ടിൽ പിന്നീട് റൂമിൽ കതവ് തുറന്നിട്ട് കസാര മേലെ ഇരിക്കുന്നത് കൊണ്ട് ഈ ഹസീന നേരെ വന്ന് ഇയാളെടുത്ത് തട്ടിക്കയറുകയും നീയും ഈ മൂത്ത കൊച്ചിനെ വെച്ച് പറഞ്ഞിരിക്കുക, കണ്ട സ്വന്തം കാമുകന് വേണ്ടിയിട്ട് സ്വന്തം മകളെയും ഈ പറയുന്ന തന്ത്യാനെയും വെച്ച് പറയുന്നു മകളുടെ ഫ്രണ്ടിൽ വെച്ച്. ഏതെങ്കിലും അച്ഛൻ ക്ഷമിക്കൂടെ? ആരെങ്കിലും ക്ഷമിക്കും? അപ്പോൾ തട്ടിക്കയറുകയാണ്, ഇവിടെയും നിന്നിട്ടില്ല. ബാക്കി ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ വന്ന് അമ്മ അടിച്ചിട്ട് എന്നെ ഇവിടെ കട്ടിൽ തള്ളിയിട്ട് അടിച്ച് അവിടെ എൻ്റെ അനിയെ നെട്ടിയണീറ്റപ്പോൾ സ്പ്രേ ബോട്ടിൽ എടുത്ത് എറിയാൻ വേണ്ടി അമ്മ നിൽക്കുന്നത്. അപ്പോഴും അവിടെ വെച്ചിട്ടാണ് അമ്മ നേരെ ഓടി മേളിലോട്ട്. എൻ്റെ മൂത്തവ അവിടെ കട്ടിലുണ്ട്, അല്ലാതെ നെട്ട കിടക്കുകയായിരുന്നു, അവ അവിടെ താഴെ കിടക്കുന്നത്. അമ്മ മേളിൽ അവനെ അനക്കാതെ മേളിൽ കിടക്കുകയാണ്, അവന് ഇവിടെ കിടക്ക. മനസ്സിലായോ? അതിനുശേഷം ഈ സ്വന്തം മകളെ വെച്ച് അച്ഛനെ മേലെ ആരോപിച്ചതിന് ശേഷം ഇത് കേട്ടപ്പോൾ ഈ മകൾ പ്രതികരിച്ചു. ആ ലവൻ കാരണമല്ലേ, താങ്കളുടെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കൂടെ പോയ കാരണമല്ലേ നിങ്ങൾ ഈ ഒരു വൃത്തികേട് പറയുന്നത് എന്ന് പറഞ്ഞു ഈ കുട്ടിയെ ഇവർ വർദ്ധിക്കുക. ഈ കുട്ടിയെ ഈ സ്വന്തം മകളെ കാമുകന് വേണ്ടിയിട്ട്, മനസ്സിലായോ, ഒരാഴ്ചത്തെ ബന്ധമേ ഉള്ളൂ, ആ കാമുകന് വേണ്ടിയിട്ട് സ്വന്തം മൂത്ത മകളെ വർദ്ധിക്കുന്നു, കട്ടിലിൽ പിടിച്ച് തള്ളുന്നു, അവിടെ ഇട്ട് അടിക്കുന്നു. അതിനുശേഷം ഇളയ മകന്റെ നേർക്കിലേക്ക് സ്പ്രേ കുപ്പി എടുത്ത് എറിയുന്നു. ഇതൊക്കെ ഈ ഹസീന അന്നത്തെ ദിവസം ചെയ്തതാ, മനസ്സിലാക്കണം. ആ സമയത്ത് അച്ഛൻ ചോദിച്ച് എന്ത് വെച്ചോക്കളോ ചോദിച്ചു. അച്ഛൻ വീട് ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെയുള്ള റെക്കോർഡൊക്കെ ഞാൻ കേൾപ്പിച്ചോട്ടെ. അച്ഛൻ ഇതും കൂടെ കേട്ടപ്പോൾ അച്ഛനെ എല്ലാം പോയി ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് ഇങ്ങനെ നിന്ന് സംസാരിച്ച് എന്നിട്ട് പിന്നെ ഞാൻ അച്ഛൻ മേളിൽ കയറി പോയി. അവൻ വെളിയിൽ എന്തെങ്കിലും സംസാരിക്കും, അവനെ വല്ല വിളിച്ചു വരുത്താനാണോ എന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിയിട്ട് അറ്റാന്ന് പറഞ്ഞ് മേളിൽ കയറി കൂട്ടിയിരിക്കുന്നതുകൊണ്ട് മേളിൽ കയറിപ്പോയി. അവിടെ നിന്നപ്പോഴേക്കും ഇവിടെ ഞാൻ ഉമ്മി കിടക്കുകയായിരുന്നു. അനിയത്തി ഇവിടെ കിടക്കുകയായിരുന്നു. അവരെല്ലാവരും എണീച്ചപ്പോൾ ഞാൻ ഉമ്മിയെടുത്ത് സംസാരിച്ചു. ഉമ്മി ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറയാമോ, ഒരു മോളടിച്ച് അച്ഛനെ വെച്ച് ഇങ്ങനെയൊക്കെ പറയാമോ, ഒന്നിനും അങ്ങനെ മോശമായിട്ട് പറഞ്ഞു. അപ്പോഴച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ശബ്ദം കൂടി മേളിലൊക്കെ കേൾക്കുന്നു, അപ്പുറത്തിപ്പുറത്തായിട്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാണക്കേടാണടി എന്ന് പറഞ്ഞു. ഓക്കെ, ഈ സമയത്ത് അതായത് ഈ മകളെ
ഉപദ്രവിച്ച സമയത്ത്, അത് മകളെ കട്ടിലിൽ തള്ളിയിട്ട് അവളെ അടിക്കുന്ന സമയത്ത് അച്ഛൻ ഇത് കഴിച്ച് അടുക്കള എന്ത് പോയി കയ്യെന്തോ കഴിയാനോ മുഖം കഴിയാനോ എന്തോ പോയി. തിരിച്ച് ബഹളം കേട്ട അച്ഛൻ തിരിച്ചു വന്നപ്പോഴാണ് മകള് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മകൾ ഈ കാര്യം പറയുന്നു. എന്നെ ഇങ്ങനെ അവന്റെ പേര് പറഞ്ഞു അവർ എന്നെ ഉപദ്രവിച്ചു. അപ്പൊ മകൾക്ക് ദേഷ്യമായി. എന്നുവെച്ചാൽ മകളെ ഉപദ്രവിച്ചു. മകളുടെ കയ്യിൽ എന്തോ കോൾ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ അച്ഛന് കേൾപ്പിച്ചു കൊടുത്തു. അച്ഛൻ അപ്പോഴും എന്ത് ചെയ്തു? ഈ പറഞ്ഞ അച്ഛൻ അപ്പോഴും ഉള്ള കൺട്രോൾ മൊത്തം തെറ്റി. സ്വന്തം മകളെ വെച്ച് പറയുന്നു, അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അടിക്കുന്നുണ്ട്. പിന്നെ സ്വന്തം മക്കളെ തന്നെ അടിക്കുന്നുണ്ട്, മക്കളെ ചേർത്ത് വെച്ച് പറയും. ഇതൊക്കെ ആയപ്പോൾ പുള്ളിയുടെ ടെമ്പർ തെറ്റുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി, അതായത് ഈ മൂത്ത പെൺകുട്ടി അവിടെ കിടന്ന് ഒച്ച വെച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുന്നത് പതുക്കെ പറ, ഇതൊക്കെ വെളിയിൽ കേട്ട് കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, പതുക്കെ പറ എന്ന് പലവട്ടം പറയുന്നു. അതിനുശേഷമാണ് ഈ ഈ ഈ സുരേഷ് എന്ന് പറഞ്ഞാൽ അവളുടെ എനിക്ക് തോന്നുന്നു അടുക്കളയ്ക്കകത്ത് പോയ സമയത്ത് തന്നെ അതായത് ഈ ഒരു സംഭവം നടക്കുന്നു. ഈ ഒരു എന്താണ് ഈ മൂത്ത കുട്ടിയെ അടിക്കുന്ന സൗണ്ടും ബഹളമൊക്കെ കേട്ടപ്പോൾ തന്നെ ഈ പുള്ളി ഒരു കത്തിയെടുത്ത് കയ്യിൽ വെച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നേരെ അവരുടെ റൂമിലേക്ക് പോകുന്നു. ഈ കുട്ടികൾ അറിയുന്നില്ല. റൂമിലേക്ക് പോയി അവിടെ വെച്ച് വലിയൊരു സൗണ്ട് കേൾക്കും. അവരൊക്കെ പിന്നെ ആ റൂമിലോട്ട് പോകുമ്പോൾ ഇരുട്ട റൂമായിരുന്നു, ലൈറ്റ് അണച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പുള്ളി ഇവിടെ ഇങ്ങനെ നെക്കി ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചുവരിൽ. അപ്പോൾ ഇവർ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിയുള്ളത് കേസ് ഇവർ അറിയുന്നില്ല, ഈ കൈ കൊണ്ട് നെക്കി പിടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഇവർ കരുതിയത്. പക്ഷെ അതല്ല അവിടെ സംഭവിച്ചത്. എന്താണ്, അയാൾ തീർക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളി വെളിയിറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ ഇനി തിരിച്ചു വരത്തില്ല, ഞാനും പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി കാറും എടുത്തുകൊണ്ട് പോയത് എന്നുള്ളതാണ്. ഈ ഒരു കഥ മൊത്തം കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത്? നമുക്ക് ഒരിക്കലും ഒരു ഈ പറയുന്ന കൊലപാതകം, മരണം, കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരാളെ ഒരു മാന്യമായിട്ടില്ലെങ്കിൽ ഒരു വളരെ സാധുവായ ഒരു മനുഷ്യനെ അതിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലുണ്ട്. നമുക്കെപ്പോഴും പറയുമല്ലോ, നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ കുറ്റക്കാരനാക്കുന്നത്. ആ സാഹചര്യം ആവർത്തിച്ച് കയ്യില്ലാത്തവനും പോലും എന്താണ് കെട്ടിവെച്ചടിക്കുന്ന രീതിയിൽ, കയ്യിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് കൊല്ലുന്ന ആ രീതിയിലുള്ള പ്രകോപനമായിരുന്നു ഈ ഹസീനയ്ക്ക് ഉണ്ടായിരുന്നത്. സ്വന്തം കാമുവിന് വേണ്ടിയിട്ട് സ്വന്തം മക്കളെയും ഭർത്താവിനെ വരെയും കളയുക മാത്രമല്ല, അവരെ ഈ രീതിയിലുള്ള ആക്ഷേപ വാക്കുകൾ, ഈ രീതിയിലുള്ള അപമാന വാക്കുകൾ, സ്വന്തം മകളോടൊപ്പമാണ് താങ്കൾ എന്നുവരെ പറയുകയും അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അന്ന് തന്നെ കാമുകനുമായിട്ട് വീണ്ടും വിളിക്കും, ഞാൻ ഇനിയും പോകും, ഞാൻ ഇനിയും അവന്റെ കൂടെ കിടക്കും, നീ ആരാ ചോദിക്കാൻ എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും രക്തം തിളച്ചു പോകും, മനസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും, ഒക്കെ ചെയ്യും. ന്യായീകരിക്കുകയല്ല, പക്ഷെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നാളെ ഒരു കാലത്ത് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നമ്മളൊക്കെ കാമാണ്, കൊയിറ്റാണ്. പക്ഷെ നമ്മളൊരു ടെമ്പർ വിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളെ വീണ്ടും കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പർ ഇവരുടെയൊക്കെ ഈ ഒരു സംസാരത്തിൽ ഇവരെയൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹസീനയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഇയാളൊരു പാവമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അയാളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് നീ ആരടാ എന്ന് ചോദിക്കാനും, ഞാൻ അവന്റെ അടുത്ത് ഇനിയും പോകും, അവന്റെ അടുത്ത് ഇനിയും പോയി കിടക്കും എന്ന് പറയാനുള്ള ധൈര്യം ഹസീനയ്ക്ക് എങ്ങനെ വന്നു? അതുപോലെ മക്കളുടെ അടുത്ത് പറയുകയാണ്, ഇയാള് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലേക്കോ എന്റെ റൂമിന്റെ ഫ്രണ്ടിലേക്കോ എന്റെ അടുത്ത് സംസാരിക്കാനോ വന്നു പോയി എന്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് അവരെ ആജ്ഞാപിച്ച് നിർത്തണമെങ്കിൽ ഹസീനയുടെ റോള് എന്തായിരുന്നു എന്നുള്ളതാണ്. അതുമല്ല, ഈ സുരേഷിന് ഹസീനയെ മുമ്പേ ഈ പറയുന്ന എന്താണ് സംശയമുണ്ട്, ഒരു സംശയ രോഗിയാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഹസീനയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പേ പല ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് എന്താ പറയുന്നത്, സ്വന്തം സഹപാഠിയെ കൂടി കണ്ടെത്തുന്നു, അവനുമായിട്ടുള്ള ഈ ഒരു സംഭവങ്ങൾ വരുത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം.